നമസ്കാരം. നിങ്ങളൊരു വീട് പണി തുടങ്ങാൻ പോവുകയാണോ? എല്ലാവർക്കും തോന്നുന്ന ഒരു 10 സംശയങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. നോർമലായി എല്ലാവർക്കും തോന്നുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കണോ അതോ വർക്ക് കോൺട്രാക്റ്റ് കൊടുക്കണോ, അതുപോലെ തന്നെ ഏതൊക്കെ മെറ്റീരിയലാണ് യൂസ് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ പെർമിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്. ഇപ്പോൾ നമുക്കൊരു 5 സെൻറ്റ് സ്ഥലമുള്ളെങ്കിൽ നമുക്ക് എത്ര കവേർഡ് ആയിട്ടുള്ള ഏരിയയിൽ നമുക്ക് ഒരു വീട് പണിയാം. അങ്ങനെ ടോട്ടലി ഒരു നോർമലി ഐഡിയ ഇല്ലാത്തവർക്ക്, അതായത് ഒരു വീട് പണി ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് തോന്നാവുന്ന സംശയങ്ങളും അതിനുള്ള സൊല്യൂഷൻസുമാണ് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നാമത്തെ കാര്യം എന്നത്, നമ്മളൊരു വീട് പണിയുമ്പോൾ എത്ര ഏരിയ വരെ പണിയാം. ഇപ്പോൾ ഒരു 5 സ്ഥലത്ത് നമുക്ക് എത്ര സ്ക്വയർ ഫീറ്റ് വീട് പണിയാം. അതുപോലെ തന്നെ റീസെൻ്റ് ആയിട്ട് എന്നെ കോൺടാക്ട് ചെയ്ത ഒരാൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 25 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ ഓൾറെഡി 2 വീട് ഇരിക്കുന്നുണ്ട്, മൂന്നാമതൊരു വീട് ചെയ്യണം. അപ്പോൾ ആളുടെ ഒരു ഡൗട്ടായിരുന്നു ഈ പറഞ്ഞ പോലെ മൂന്നാമതൊരു വീട് ചെയ്യുമ്പോൾ ടോട്ടൽ 3000 സ്ക്വയർ ഫീറ്റിൻ്റെ ടോപ്പിൽ പോയാൽ ലക്ഷറി ടാക്സ് കൊടുക്കേണ്ടി വരുമെന്ന്. പക്ഷെ ആ ഒരു പ്ലോട്ടിൽ തന്നെ ഒരു 3 വീടാണെങ്കിലും 3 വീട്ട് നമ്പർ ആയിരിക്കും. അപ്പോൾ 3 ഏരിയ ആയിട്ട് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക. അല്ലാതെ നമ്മളൊരു പ്ലോട്ടിൽ 3 വീടുണ്ട് വെച്ചിട്ട് നമ്മൾ ടോട്ടൽ ഏരിയ അല്ല കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ അതിനെ ബൗണ്ടറി തിരിച്ചിട്ട് തന്നെയാണ് നമ്മൾ 3 വീടായിട്ടാണ് തന്നെ നോക്കുക. അങ്ങനെ പലർക്കും പ്ലാൻ വരയുന്നതിന് മുൻപ് പല ടൈപ്പിലുള്ള സംശയങ്ങളാണ്. ഓരോ ഏരിയയ്ക്ക് അനുസരിച്ചും ഓരോ പ്ലോട്ടിനും അനുസരിച്ചാണ് ഏരിയ വ്യത്യാസപ്പെടുത്തിയിരിക്കുന്നത്. അതിനെ കവറേജ് FSI എന്നൊക്കെയാണ് ബിൽഡിംഗ് റൂളിൽ പറയാറ്. 65% സാധാരണ ഒരു റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് കൊടുക്കുന്ന കവറേജ്, അതായത് കവേർഡ് ഏരിയ. ഇനി FSI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ടൈപ്പാണ്. അതായത് ഫ്ലോർ സ്പേസ് ഇൻഡെക്സ് എന്ന് പറയും, ടോട്ടൽ ഫ്ലോർ ഏരിയ ഡിവൈഡഡ് ബൈ പ്ലോട്ട് ഏരിയ. അതിൻ്റെ ഒരു പേഴ്സൻറ്റേജ് ആണ് FSI എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അതായത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറോ ആർക്കിടെക്റ്റോ അല്ലെങ്കിൽ ഒരു കോൺട്രാക്ടറും കൊണ്ടാണ് നമ്മൾ പ്ലാൻ വരപ്പിച്ച് പെർമിറ്റ് എടുക്കേണ്ടത്. ഇപ്പോൾ എപ്പോഴും നമ്മൾ പ്ലാൻ വരപ്പിക്കുമ്പോൾ നമ്മൾ മുന്നത്തെ വർക്കുകൾ ഇപ്പോൾ നമ്മളൊരു 3D എലിവേഷൻ വർക്കാണെങ്കിലും ഇപ്പോൾ ഏത് കമ്പനിയാണോ അവരെ നെയിമുള്ളൊരു വാട്ടർ മാർക്ക് ചെയ്താൽ ഒരു 10, 30, 40, 50 വർക്കെങ്കിലും കണ്ടിട്ട് കൊടുക്കുക. അപ്പോൾ മാത്രമാണ് ഇപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നവരെ തന്നെ ഒരു 2000 രൂപയ്ക്ക് വേറെ അവിടുന്ന് ചെയ്തു, അല്ലെങ്കിൽ 1500 രൂപയ്ക്ക് ഇവിടുന്ന് ചെയ്തു. അപ്പോൾ അവരൊന്നും മുന്നത്തെ വർക്ക് കാണാതെ നമ്മൾ വർക്ക് കൊടുക്കണം. ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, അല്ലെങ്കിൽ അതിലിപ്പോൾ എത്ര കൊല്ലമായിട്ട് വർക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എത്ര വർക്കുകൾ ചെയ്തിട്ടുണ്ട്, അത് മാത്രം കണ്ടിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്കൊരു പ്രോപ്പർ പ്ലാനും 3D ഒക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കിട്ടുകയുള്ളൂ. അങ്ങനെ പഞ്ചായത്തിൽ നിന്നോ മുനിസിപ്പാലിറ്റിയിൽ നിന്നോ കോർപ്പറേഷനിൽ നിന്നോ ആ ഒരു പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമുക്കൊരു വീട് പണി ചെയ്യാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ നോർമലി ഒരു 16 സെൻറ്റ് സ്ഥലമുണ്ട്, അതിൽ നമുക്കൊരു താഴത്തെ നില ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീട് മതി. അപ്പോൾ അത്യാവശ്യം ഫ്രണ്ടും സൈഡും ബാക്കും ഒക്കെ നമുക്ക് അത്യാവശ്യം സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പെർമിറ്റ് ഈ പറഞ്ഞ പോലെ എടുത്തില്ലെങ്കിലും നമുക്ക് തറപണിതെടുത്താലും കുഴപ്പമില്ല. പക്ഷേ എടുത്തെപ്പോഴും പെർമിറ്റ് എപ്പോഴും റെഡിയാക്കിയതിന് ശേഷം മാത്രം വർക്ക് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള രീതി. ഇനി രണ്ടാമത് വരുന്നൊരു സംശയമാണ്, ഇപ്പോൾ നമ്മൾ ബിൽഡിംഗ് പെർമിറ്റ് എടുക്കണോ, എല്ലാ ബിൽഡിങ്ങുകൾക്കും എടുക്കണോ, അതോ വർക്ക് കഴിഞ്ഞതിന് ശേഷം എടുത്താൽ മതിയോ എന്നുള്ളത്. അതായത് നമ്മൾ പറഞ്ഞ പോലെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിന്നും നമുക്കൊരു വീടോ റെസിഡൻഷ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ബിൽഡിംഗ് നിർമ്മിക്കുന്നതിനുള്ള അനുമതി പത്രമാണ് ഈ പറഞ്ഞ പോലെ പെർമിറ്റ് എന്നുള്ളത്. അപ്പോൾ ഏത് തരത്തിലുള്ള ബിൽഡിംഗ് ആണെങ്കിലും ബിൽഡിംഗ് പെർമിറ്റ് എടുത്തിട്ട് വേണം നമ്മൾ വീട് പണി അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പണി തുടങ്ങാൻ വേണ്ടിയിട്ട്. നമുക്ക് നോർമലി കൂടുതലായിട്ടും വരുന്ന മെസ്സേജുകളാണ് ഈ പറഞ്ഞ പോലെ ഗൾഫിൽ നിന്നും പെട്ടെന്ന് വന്നു, തറപ്പണി കഴിഞ്ഞു, അതിന് ഇനി പെർമിറ്റ് എടുക്കാൻ പറ്റുമോ, അതുപോലെ തന്നെ റിനോവേഷൻ വർക്കാണ്, അപ്പോൾ അതിന് വീട് പണിയാൻ വേണ്ടിയിട്ട് പെർമിറ്റ് എടുക്കണോ. അപ്പോൾ ഏത് തരത്തിലാണെങ്കിലും, ഇപ്പോൾ റിനോവേഷൻ ആണെങ്കിലും മുകളിൽ പുതുക്കി പണിയാണെങ്കിലും എങ്ങനെയാണെങ്കിലും നമ്മൾ പെർമിറ്റ് എടുത്തതിന് ശേഷം മാത്രമാണ് നമ്മൾ വീട് പണി തുടങ്ങാൻ പാടുകയുള്ളൂ. ഇനി മൂന്നാമത് വരുന്ന ഒരു സംശയമാണ്, ഈ പറഞ്ഞ പോലെ പെർമിറ്റൊക്കെ എടുത്തു, നമ്മൾ ഫണ്ടെല്ലാം റെഡിയാക്കി, ഇനി വീട് പണി തുടങ്ങുമ്പോൾ ഫൗണ്ടേഷൻ എങ്ങനെയാണ് പണിയേണ്ടത്. ഇപ്പോൾ നമ്മൾ കരിങ്കല്ലിലാണോ പണിയേണ്ടത് അല്ലെങ്കിൽ നമുക്ക് RCC സ്ട്രക്ചർ വെച്ചിട്ടാണോ പണിയേണ്ടത്. അപ്പോൾ ആ ഒരു സംശയം എല്ലാവർക്കും ഫസ്റ്റ് വരും. പൈലിംഗ് ആണോ, അതുപോലെ തന്നെ ഏത് ടൈപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ഭൂമിയുടെ ഘടന അനുസരിച്ചിരിക്കും. അതായത് സോയിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എത്രത്തോളം അവിടെ നമുക്ക് എത്ര ലോഡാണ് അവിടെ മാക്സിമം എടുക്കുന്നത് ഡീറ്റെയിൽ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏത് ടൈപ്പാണ് നമുക്ക് അവിടെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ നോർമലി ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള വീടുകൾ, ഇപ്പോൾ ഈ ഒരു പ്ലോട്ടിനോട് തൊട്ടടുത്തുള്ള വീടുകൾ ഏത് ടൈപ്പിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നോക്കിയാൽ തന്നെ നമുക്ക്, ഇപ്പോൾ കരിങ്കല്ലിലാണോ അല്ലെങ്കിൽ കോളം ഫൂട്ടിംഗ് ആണോ പൈലിംഗ് ആണോ നോക്കിയാൽ തന്നെ നോർമലി ആ ഒരു ഘടന അനുസരിച്ചിരിക്കും നമ്മളെ വീടും വരിക. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു നില വീടാണ് കയറ്റുന്നത്, ഭാവിയിൽ 3ാമത്തെ അല്ലെങ്കിൽ 2ാമത്തെ നില 3 നില വരെ കയറ്റും. അതിനൊക്കെ ബാധിച്ചിരിക്കും നമുക്ക് ഈ പറഞ്ഞ പോലെ ഫൗണ്ടേഷൻ്റെ എത്രത്തോളം ലോഡാണ് എടുക്കുന്നത്.
അതിനനുസരിച്ചിരിക്കും നമ്മൾ ഈ ഒരു ഫൗണ്ടേഷൻ്റെ ഏത് ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ ചെയ്യണം എന്നുള്ളത്. അതായത് നമ്മൾ നോർമലി ചെയ്യാറ് ഈ പറഞ്ഞ പോലെ ഒരു പ്ലാൻ ആക്കും, എന്നിട്ട് നമ്മളൊരു കോൺട്രാക്ടറെ കണ്ടിട്ട് ആ ഒരു കോൺട്രാക്ടറെ കണ്ടിട്ട് ഈ ഒരു പ്ലാൻ കാണിച്ചിട്ട് ആൾ പറയുന്ന പോലെയാണ് അവിടെ ഫൗണ്ടേഷൻ ചെയ്യാറ്. അങ്ങനെയല്ല, നോർമലി നമ്മൾ ഈ ഫൗണ്ടേഷനാണ് നമ്മൾ ഈ മെയിൻ ബിൽഡിങ്ങിനെ താങ്ങി നിർത്തുന്നത്. എത്ര വില കൂടിയ വസ്തുക്കളും ടോപ്പിലോട്ട് ചെയ്തിട്ടും കാര്യമില്ല. ഈ ഒരു ഫൗണ്ടേഷൻ വില അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെയുള്ള ക്രാക്ക് കാര്യങ്ങൾ അല്ലെങ്കിൽ മണ്ണ് സെറ്റിൽമെൻറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ക്രാക്ക് കാര്യങ്ങൾ ഒക്കെ വരും. ഈ പറഞ്ഞ പോലെ എപ്പോഴും ഫൗണ്ടേഷൻ ചെയ്യുമ്പോൾ ഒരു എഞ്ചിനീയറെ കൊണ്ടോ അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു സിവിൽ എഞ്ചിനീയറെ കൊണ്ട് നോക്കിച്ചിട്ട് മാത്രം നമുക്ക് ഏത് ടൈപ്പിലുള്ള ഫൗണ്ടേഷൻ നോക്കിയിട്ട് മാത്രം കോൺട്രാക്ടറെ കൊണ്ട് ചെയ്യുക. ഇനി നാലാമത് വരുന്ന ഏറ്റവും വലിയൊരു സംശയമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കണോ, അതുപോലെ തന്നെ നമ്മൾ തന്നെ നോക്കി നടത്തി ചെയ്യിക്കണോ എന്നുള്ളത്. ഓൾറെഡി നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഒരു 2-3 വീഡിയോ ചെയ്തിട്ടുണ്ട്, ചാനലൊന്ന് വിസിറ്റ് ചെയ്താൽ കാണാം. നമുക്ക് അത്യാവശ്യം നിന്ന് ചെയ്യാനുള്ള ടൈമുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽസിനെ പറ്റിയിട്ടും അത്യാവശ്യം ഒരു ബേസിക് നോളേജ് ഉണ്ട്. എന്നാൽ ഏറ്റവും നല്ലത് നമ്മൾ അതായത് മെറ്റീരിയൽ ഇറക്കി നമ്മൾ വർക്ക് നോക്കി നടത്തി ചെയ്യിക്കുന്നത് തന്നെയാണ് ഏറ്റവും വലിയ ബെറ്റർ. അതുപോലെ തന്നെ ഇത് നടത്തുമ്പോൾ ഒരു സിവിൽ എഞ്ചിനീയർ നമുക്കൊരു സൂപ്പർവിഷന് വേണ്ടിയിട്ട് ഒരു സൂപ്പർവിഷൻ ചാർജ് കൊടുത്തിട്ട് നിർത്തുന്നത് ഏറ്റവും നല്ലതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ നാട്ടിലില്ല, അതുപോലെ തന്നെ നമുക്കിതിന് അധികം സമയമല്ല അത്യാവശ്യം, അപ്പോൾ ഏറ്റവും നല്ലത് നമ്മൾ ഫുൾ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു കോൺട്രാക്ടർക്ക് ഫുൾ കോൺട്രാക്റ്റ് കൊടുത്ത് ചെയ്യിക്കുന്നത് തന്നെയാണ് ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഫസ്റ്റ് പറഞ്ഞ രീതിയാണ്, നമുക്ക് ടൈം ഉണ്ട്, നിർത്തി ചെയ്യിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഘട്ടം ഘട്ടമായിട്ട് ഇപ്പോൾ നമ്മൾ തറ പണിയുമ്പോൾ നോർമലി നമ്മൾ കരിങ്കല്ലിലാണ് പണിയണമെങ്കിൽ നമ്മളൊരു യൂണിറ്റ്, ഇപ്പോൾ നമ്മൾ കരിങ്കല്ല് നോക്കുക നമ്മൾ യൂണിറ്റ് കണക്കിനാണ്. ഇപ്പോൾ ഒരു ക്യൂബിക് ഫീറ്റ് ഒരു യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ നോർമലി ഒരു 2000 to 2500 രൂപയുടെ ഉള്ളിലാണ് വരുന്നത്. നോർമലി ഒരു 1000 സ്ക്വയർ ഫീറ്റ് വീടൊക്കെ 2 അടി താഴ്ച 2 അടി വീതിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 15 യൂണിറ്റ് 16 യൂണിറ്റ് ആണ് ബേസ്മെൻറ്റ് അടക്കം വരിക. അപ്പോൾ നമുക്ക് 15 അല്ലെങ്കിൽ ഒരു 16 യൂണിറ്റ് ബൈ ഇൻറ്റു ഈ പറഞ്ഞ പോലെ 2500 രൂപ ചെയ്താൽ നമുക്ക് എത്ര റേറ്റിനാണ് കരിങ്കല്ലിൻ്റെ പണി എടുക്കണ വർക്ക് ചാർജ് എന്ന് കിട്ടും. അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കരിങ്കല്ല് നോർമലി നമ്മൾ ഈ പാലക്കാട് ഏരിയയിലൊക്കെ ഇപ്പോൾ യൂണിറ്റിന് ഒരു 5000 6000 ആ റേഞ്ചാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്ക് തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് ഈ പറഞ്ഞ പോലെ തറ ആണ് ആദ്യം പണിയുക. തറ പണിതതിന് ശേഷം അടുത്ത ഘട്ടം ബെൽറ്റ്, ടോപ്പിലുള്ള ബെൽറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ സബ്ബായിട്ട് വർക്ക് കൊടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ആൾ നിൽക്കാനില്ല, നമുക്ക് നോക്കാനില്ലെങ്കിൽ എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കണത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. ഇനി എപ്പോഴും ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുകയാണെങ്കിൽ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് അല്ലാതെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ 2000 പെർ സ്ക്വയർ ഫീറ്റിന് അല്ലെങ്കിൽ 2500 പെർ സ്ക്വയർ ഫീറ്റ് എന്നല്ലാതെ ഒരു പ്ലാൻ വരഞ്ഞ് 3D ചെയ്ത് എലിവേഷൻ ചെയ്ത് ഇൻറ്റീരിയർ ചെയ്ത് നമ്മൾ മെറ്റീരിയൽ ചാർജ് നോക്കിയിട്ട് മാത്രം ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ടൈലാണെങ്കിൽ ഒരു 30 രൂപ മുതൽ 100 200 ടോപ്പിലുള്ള ടൈൽ അടക്കമുണ്ട് ഇപ്പോൾ. അതുപോലെ തന്നെ ബാക്കി സാനിറ്ററി ഫിറ്റിങ്സ് ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ബ്ലോക്ക് വർക്ക് നമ്മൾ വെട്ടലിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് സിമെൻറ്റ് ബ്ലോക്കിൽ ചെയ്യാം. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മൾ വർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ കോൺട്രാക്റ്റ് ആണെങ്കിലും. ഇനി അടുത്തതായിട്ട് 6ാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഇപ്പോൾ നമ്മളൊരു വർക്ക് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു ഫുൾ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ വർക്ക് കോൺട്രാക്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ പെടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇൻറ്റീരിയർ വർക്ക്, അതുപോലെ തന്നെ പുറത്ത് കാർ പോർട്സ് സെപ്പറേറ്റ് ആണെങ്കിൽ അതിൻ്റെ സ്റ്റീൽ വർക്ക്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഫിറ്റിങ്സ്, അതുപോലെ തന്നെ ലാൻഡ്സ്കേപ്പ് വർക്കുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പലപ്പോഴും വിട്ടുപോകും. ഒരു സ്ക്വയർ ഫീറ്റ് റേറ്റ് 2000-നൊക്കെ കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണെന്ന് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. ഒരു 10 to 15% നമുക്ക് കൂടുതലായിട്ട് കരുതേണ്ടി വരും ഈ ഒരു ഫുൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട്. ഇതുപോലത്തെ എക്സ്ട്രാ വർക്കുകൾ കൂടി വരുമെന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ വർക്ക് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ഫുൾ കോൺട്രാക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി 7ാമത്തെ കാര്യമായിട്ട് പറയുന്നത് നോർമലി ഇപ്പം ഞാനിപ്പോൾ ഇതിലൊരു 10-600-700 വീഡിയോളം നമ്മൾ ഫുള്ളി പ്ലാനും 3D ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മൾ അതൊന്ന് കോപ്പി ചെയ്തിട്ട് ഈ പറഞ്ഞ പോലെ നമ്മളെ പ്ലോട്ടിന് എടുക്കുക, അതുപോലത്തെ കാര്യങ്ങൾ. ഈ പറഞ്ഞ പോലെ നമ്മളൊരു പ്ലോട്ടാണെങ്കിൽ ഇപ്പോൾ ഒരു 5 സെൻറ്റ് ചിലപ്പോൾ ദീർഘ സമചതുരമായിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നീളം കൂടി വീതി കുറഞ്ഞായിരിക്കും. എപ്പോഴും നമ്മളെ പ്ലോട്ടിനനുസരിച്ച് ഇപ്പോൾ ഈസ്റ്റ് ഫേസ് ചെയ്തുള്ള പ്ലോട്ടായിരിക്കും, അപ്പോൾ നമുക്ക് സ്റ്റൗ അല്ലെങ്കിൽ അടുപ്പ് കാര്യങ്ങൾ ഈസ്റ്റ് ഫേസ് ചെയ്താൽ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നൊന്ന് കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളത് വേറൊരാൾ വരയുമ്പോൾ എങ്ങനെ അത് വൃത്തികേടായിട്ടാണ് വരുള്ളൂ. അപ്പോൾ നമ്മളെ പ്ലോട്ടിനനുസരിച്ച് എപ്പോഴും പ്ലാൻ വരഞ്ഞ് 3D ചെയ്യാൻ നോക്കുക. ഒരിക്കലും കോപ്പി പേസ്റ്റ് ഒരിക്കലും പ്രാക്ടിക്കൽ അല്ല. അതുപോലെ തന്നെ നമ്മളെ കിണറിൻ്റെ സ്ഥാനം എവിടെയാണ് വരുന്നത്, ഇനി അയൽവക്കത്തെ സെപ്റ്റി ടാങ്കാണ് എവിടെയാണ് വരുന്നത്, അതൊന്നൊരു 7 മീറ്റർ 10 മീറ്റർ വീടായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വേണം നമ്മളൊരു പ്ലാൻ വരയാനും 3D എലിവേഷനൊക്കെ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഈ എക്സ്റ്റീരിയർ എലിവേഷനിൽ വരുന്ന ഒരുപാട് ക്ലാഡിംഗ് സ്റ്റോൺ വർക്കുകൾ, ഒരുപാട് ഡിസൈൻ വർക്കുകൾ, അതൊക്കെ കോപ്പി അടിച്ച് നമ്മളതിൽ വെക്കാൻ നോക്കാറുണ്ട്. അപ്പോൾ നമ്മളെ നോർമലി ബഡ്ജറ്റ് എത്രയാണ്, നമ്മളെ സാഹചര്യം എത്രയാണ്, അതിനനുസരിച്ച്
നമ്മൾ ചെയ്യായിരിക്കും ബെറ്റർ. ഇപ്പോൾ ആ എലിവേഷൻ കണ്ട് നമ്മൾ ചെയ്തു, ഫിനിഷിംഗ് വർക്കിൽ ആ ക്ലാഡിംഗ് സ്റ്റോൺ ഒഴിവാക്കി കഴിഞ്ഞാൽ ആ ഒരു എലിവേഷൻ തീരെ വൃത്തികേടായി മാറും. അപ്പോൾ നമ്മളെ ബഡ്ജറ്റും തീമും അനുസരിച്ച് മാത്രം നമ്മൾ എലിവേഷൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ പ്ലാനിനനുസരിച്ചുള്ള എലിവേഷൻ കാര്യങ്ങളും ബഡ്ജറ്റിനനുസരിച്ച് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തൊരു കാര്യമാണ്, എട്ടാത്തൊരു കാര്യമാണ് ബഡ്ജറ്റ്. എപ്പോഴും നമ്മൾ വീട് പണിയുമ്പോൾ നമ്മളൊരു ബഡ്ജറ്റ് ഇപ്പോൾ ഒരു 25 ലക്ഷം ആണെങ്കിൽ അത് വെച്ചിട്ട് വേണം നമ്മൾ പ്ലാൻ, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, എത്ര 3D എലിവേഷൻ എത്ര ചാർജ് വേണം നോക്കി ചെയ്യാൻ. അല്ലാതെ നമ്മളിപ്പോൾ ഒരു 25 ലക്ഷത്തിന് നമ്മളൊരു 1800-2000 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ തന്നു, അപ്പോൾ നമ്മളൊരു 80% ഒക്കെ കാണുമ്പോൾ നമ്മളൊരു ക്യാഷ് എന്നുള്ളതൊരു ഫിക്സ് ആയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത് നിന്ന് പോവുക, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വരിക. എപ്പോഴും നമ്മളെ ബഡ്ജറ്റിനനുസരിച്ച് മാത്രം പ്ലാനും 3D എലിവേഷനും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ ഇൻറ്റീരിയർ ഡിസൈനും ഇപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് സ്റ്റാർട്ടിങ് സ്റ്റേജിൽ തന്നെ ക്ലാസിക് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് മെയിൻ സ്ലാബിൽ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് തന്നെ ചെയ്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ബഡ്ജറ്റിനനുസരിച്ച് ആ ഒരു ക്യാഷിൽ നമുക്ക് ഫുൾ ഫിനിഷ് ചെയ്യാവുന്നതാണ്. എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ പ്ലാന്, 3D എലിവേഷൻ, ഇൻറ്റീരിയർ ഡിസൈൻ ഈ മൂന്നും ചെയ്ത് ഫിക്സ് ചെയ്തതിന് ശേഷം മാത്രം അടുത്ത സ്റ്റേജ് വർക്കിലോട്ട് പോവുക, കൺസ്ട്രക്ഷൻ വർക്ക് എന്നുള്ളൊരു സ്റ്റേജിലോട്ട് പോവുക. ഇനി 9ാമത്തെ ഒരു കാര്യമാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ റിനോവേഷൻ വർക്ക് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഇപ്പോൾ എപ്പോഴും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ഇപ്പോൾ നമ്മളൊരു 2ാമത്തെ നില എടുക്കുകയാണ്, അപ്പോൾ താഴത്തെ നിലയിൽ അത് ഓക്കെ ആണോ, സ്റ്റേബിൾ ആണോ, ഇപ്പോൾ നമ്മൾ പല ടൈപ്പിലുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റുകയുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു കോൺട്രാക്ടറെ കണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ ക്രാക്കും കാര്യങ്ങളും അല്ലെങ്കിൽ സെറ്റിൽമെൻറ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അത് പിന്നീട് ഒരു പ്രശ്നമാവും. അതുപോലെ തന്നെ ലാസ്റ്റായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, നമ്മളെപ്പോഴും പ്ലാൻ വരയുമ്പോൾ ഇപ്പോൾ നമ്മൾ പുറത്തൊക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഗൾഫ് കൺട്രീസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ആദ്യം ഒരു കൺസൾട്ടൻസിനെയാണ് എപ്പോഴും നമ്മൾ പ്ലാൻ വരയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അവരെ പ്ലാൻ വരയാൻ ഒരു ക്ലയൻറ്റ് ആദ്യം കോൺടാക്ട് ചെയ്യുക ഒരു കൺസൾട്ടൻസിനെയാണ്. എന്നിട്ട് പ്ലാൻ വരഞ്ഞ് 3D എലിവേഷൻ ചെയ്ത് അതിൻ്റെ എല്ലാ ഡ്രോയിങ്സും ചെയ്ത് ഒക്കെ സൈൻ ചെയ്ത് ക്ലയൻറ്റിൽ നിന്ന് സൈൻ വാങ്ങി കൺഫേം ആയതിനു ശേഷം കൺസൾട്ടൻസിയാണ് ഒരു കോൺട്രാക്ടറെ തപ്പിപ്പോവുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അവർക്ക് വർക്ക് കൊടുക്കുക. അപ്പോൾ ഈ കൺസൾട്ടൻസിയും കോൺട്രാക്ടറും തമ്മിലാണ് റിലേഷൻ ഉണ്ടാവുള്ളൂ. ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ ഒരു കൺസൾട്ടൻസിനോടാണ്, അല്ലെങ്കിൽ ഒരു കൺസൾട്ടൻറ്റ്, ഇപ്പോൾ നമ്മളൊരു സൈറ്റിനാണെങ്കിൽ ഒരു കൺസൾട്ടൻ്റ് ഉണ്ടാവും, അവരോടാണ് നമ്മൾ ക്ലയൻറ്റ് എന്തെങ്കിലും ചേഞ്ചസ് പറഞ്ഞ് അത് കൺസൾട്ടൻ്റ് ഓക്കെ പറഞ്ഞ് സൈൻ ചെയ്ത് കൺഫേം ആയതിനു ശേഷം ഈ കൺസൾട്ടൻ്റാണ് കോൺട്രാക്ടറോട് പറഞ്ഞ് അവർ ചേഞ്ചൊക്കെ ചെയ്യുക. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ഇപ്പോഴത്തെ സ്റ്റേജിന് ഈ പറഞ്ഞ പോലെ ഒരു കോൺട്രാക്ടർ മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ ആ ഒരു കോൺട്രാക്ടർ തന്നെയാണ് പ്ലാനും വരയുക. അപ്പോൾ നോർമലി ഒരു കോൺട്രാക്ടറെ പ്ലാൻ വരയാൻ സമീപിച്ച് കഴിഞ്ഞാൽ അവർ റേറ്റ് കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് മാക്സിമം സ്ക്വയർ ഫീറ്റിലോട്ടോ അല്ലെങ്കിൽ നമ്മളൊരു 2000 സ്ക്വയർ ഫീറ്റിൽ 4 റൂം പറഞ്ഞു കഴിഞ്ഞാൽ അവരത് ഈ പറഞ്ഞ പോലെ 2500 2200 ഇപ്പോൾ ഒരു സ്ക്വയർ ഫീറ്റിന് 2000 രൂപ വെച്ച് നോക്കി കഴിഞ്ഞാൽ 100 സ്ക്വയർ ഫീറ്റിന് 2 ലക്ഷം രൂപയും അങ്ങനെ നമ്മൾക്ക് ചേഞ്ചസ് വരുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഒരു പ്ലാൻ ആദ്യം ഒരു എഞ്ചിനീയറിംഗ് കൊണ്ടോ അല്ലെങ്കിൽ ഒരു ആർക്കിടെക്റ്റിനെ കൊണ്ടോ പ്ലാൻ വരഞ്ഞ് 3D എലിവേഷൻ ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തതിന് ശേഷം മാത്രം ഫുൾ ഫിക്സായി കൺഫേം ആയതിനു ശേഷം മാത്രം നമ്മളൊരു കോൺട്രാക്ടർ അല്ലെങ്കിൽ ഒരു വർക്കേഴ്സിന് വേണ്ടിയിട്ട് അന്വേഷിക്കുക. അപ്പോഴാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെ ബഡ്ജറ്റിന് ഈ ഒരു വീട് പണി തീരുകയുള്ളൂ. അതുപോലെ തന്നെ മാക്സിമം ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് ഈ ഒരു വീട് പണി തീർക്കുകയുള്ളൂ. ഇപ്പോൾ ബഡ്ജറ്റ് ഇപ്പോൾ ഈ നമ്മളെ എലിവേഷനും പ്ലാനും ഇൻറ്റീരിയറും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസ്റ്റിമേറ്റ് പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് തറ മുതൽ ഇപ്പോൾ നമ്മൾ തറ കെട്ടാൻ ഇപ്പോൾ നമ്മൾ കരിങ്കല്ലാണ്, എത്ര യൂണിറ്റ് കല്ല് വേണം, അതുപോലെ തന്നെ ഓരോന്നും നമുക്ക് എഴുതി നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ഓരോ സ്റ്റേജും ഇപ്പോൾ നമ്മൾ കട്ട കെട്ടുമ്പോൾ എത്ര കല്ല് വേണം, എത്ര ഫീറ്റ് ഹൈറ്റിനാണ്, ഇപ്പോൾ ഒരു നോർമലി 11 ഫീറ്റ് ഹൈറ്റിനാണ് ചുമരെല്ലാം കെട്ടുന്നത്, അപ്പോൾ എത്ര ഫീറ്റ് ഹൈറ്റിനാണെന്നൊക്കെ നോക്കിയിട്ട് നമ്മൾ കല്ലിൻ്റെ സൈസും വെച്ചിട്ട് എത്ര എണ്ണം വരും, അതുപോലെ തന്നെ ലേബർ ചാർജ് എത്ര വരും, ഇപ്പോൾ നമ്മൾ മെയിൻ സ്ലാബ് വർക്ക് നടക്കുമ്പോൾ ഇലക്ട്രിക്കൽ വർക്കിന് എത്ര വരും, അതുപോലെ തന്നെ മെയിൻ സ്ലാബിന് എത്ര സിമെൻറ്റ്, മണൽ, മെറ്റൽ, അങ്ങനെ ഫുള്ള് ഡിവൈഡ് ചെയ്ത് നമ്മൾ തന്നെ ഒരു കാൽക്കുലേറ്റ് ചെയ്തൊരു ഫയൽ ചെയ്ത് വെച്ച് നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ബഡ്ജറ്റിൽ തന്നെയാണ് തീരുകയുള്ളൂ. അല്ലാതെ ഈ പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നോർമലി നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ വർക്കെല്ലാം അപ്ലോഡ് ചെയ്യുമ്പോൾ എല്ലാവരും ചോദിക്കാറുള്ളതാണ് ഈ ഒരു റേറ്റിന് എങ്ങനെ ഈ ഒരു വീട് ഫിനിഷ് ചെയ്യുന്നതെന്ന്. ആ ഒരു റേറ്റിന് ആ ഒരു വീട് ഫിനിഷ് ആവുന്നത് ഈ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് സ്റ്റേജ് മുതൽ എൻഡിങ് സ്റ്റേജ് വരയ്ക്ക്. ഇപ്പോൾ നമ്മൾ ഫ്രെയിം വർക്കല്ല, ഇപ്പോൾ വിൻഡോൻ്റെ ഫ്രെയിം ആയാലും ഒക്കെ നമുക്ക് ഏറ്റവും ബഡ്ജറ്റായിട്ട് നമുക്ക് കോൺക്രീറ്റിലുള്ളത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് സ്റ്റീലിലോട്ടും വുഡിലോട്ടും പോകുമ്പോൾ ഇപ്പോൾ സ്റ്റീലിന് വുഡിനേക്കാളും റേറ്റാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വുഡ് റേറ്റ് ഇപ്പോൾ നമ്മൾ കരുവേലകാണെങ്കിലും വുഡിൻ്റെ കുറച്ച് ആഞ്ഞിലിയാണെങ്കിലൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റീലിൻ്റെ റേറ്റ് എടുക്കണേക്കാളും കൂടുതലാണ് വുഡിന് വരുന്നത്. അപ്പോൾ എപ്പോഴും റേറ്റ് നമുക്ക് ഈ പറഞ്ഞ പോലെ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ആ ഒരു ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഒരു എസ്റ്റിമേറ്റ് ഇട്ട് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊരു 1500 സ്ക്വയർ ഫീറ്റാണ്, നമുക്കൊരു 25-30 ലക്ഷത്തിന് ഫുൾ ഫിനിഷ് ചെയ്യണമെങ്കിൽ ആ ഒരു 25 ലക്ഷം എവിടെ വെച്ച് അവസാനിക്കണമെന്നുള്ളത് നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ഫയലിന് ഓരോ വർക്കും കഴിയുമ്പോൾ ടിക്കിട്ട് പോവാം. ഓക്കെ,
അപ്പം അങ്ങനെ മാത്രം നമ്മൾ വർക്ക് കൊടുക്കുക ഒരു കോൺട്രാക്ടർക്കാണെങ്കിൽ. ഇപ്പോൾ ഒരു ഫുൾ കോൺട്രാക്ട് കൊടുക്കുമ്പോൾ ഒരിക്കലും നമുക്ക് മെറ്റീരിയൽസിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചു കഴിഞ്ഞാലും കോൺട്രാക്ടർ പറയില്ല. നോർമലി ഫുൾ കോൺട്രാക്ട് ചെയ്യുന്ന ഏത് കോൺട്രാക്ടറോടും നമ്മൾ ഇപ്പോൾ തറ കെട്ടാൻ ഒരു 2,00,000 രൂപ പറഞ്ഞു, എത്ര യൂണിറ്റ് കല്ലാണ്, എത്രയാണ് വർക്ക് ചാർജ്, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് പറയാൻ പറഞ്ഞാൽ അവർ പറയില്ല. നോർമലി അവരൊരു അതിൽ വരുന്ന ഇപ്പോൾ അവർ ഒരു കമ്പനി വന്നിട്ട് നമുക്കൊരു ഫുൾ കോൺട്രാക്ട് എടുത്ത് തരുമ്പോൾ അവരൊരു പ്രോഫിറ്റ് അതിൽ ഇൻക്ലൂഡ് ആയിട്ടാണ് അവർ എന്നാലും പറയുകയുള്ളൂ. അങ്ങനെയാണ് വരുന്നത്. ഒരു 10 to 15% ആണ് ഇപ്പോൾ ഒരു ഫുൾ കോൺട്രാക്ട് വർക്കിൻ്റെ റേറ്റിൻ്റെ അവരൊരു പ്രോഫിറ്റ് വരുന്നത്. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നമ്മളൊരു നോർമലി ഒരു പുതിയ പ്ലാനോ ഇപ്പോൾ വർക്ക് എടുക്കുന്നവരോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമ്മളുടെ യൂട്യൂബ് ചാനലിൽ പ്ലാനും 3D എലിവേഷനും ഇൻറ്റീരിയർ ഡിസൈനും ഒക്കെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ലഭിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെയും പ്ലാനോ 3D എലിവേഷനോ ഇൻറ്റീരിയർ ഡിസൈനോ ചെയ്യണമെങ്കിൽ കോൺടാക്ട് ചെയ്യുക. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫോൺ നമ്പർ നൽകിയിരിക്കുന്നു. ഏറ്റവും മിതമായ നിരക്കിൽ തന്നെ ചെയ്തു തരുന്നതാണ്.